തൃശൂരിൽ പൂരാവേശം. ചെറുപൂരങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങി. മറ്റ് ഘടകപൂരങ്ങളും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. ദൃശ്യങ്ങളിലേക്കാണ്. ഉച്ചയോടെ മഠത്തിൽ വരവും പ്രസിദ്ധമായ പഞ്ചവാദ്യവും നടക്കും. ശേഷം കിഴക്കൂട്ടാനിയന്മാരുടെ പ്രമാണിത്വത്തിൽ ഇലഞ്ഞിത്തറമേളം നടക്കും. വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുടമാറ്റം മാറ്റുകുറച്ചാണ് ഇത്തവണ നടത്തുന്നത്. ഇരുവിഭാഗവും 15 സെറ്റ് കുടകൾ മാത്രമാണ് ഇക്കുറി മാറ്റുക. രാത്രി നടക്കുന്ന വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട്. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേരുന്നത്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തിനൊപ്പം അർജുനുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും നല്ലൊരു തൃശ്ശൂർ പൂരം, ഒരു പൂരാവേശം തന്നെ നമ്മൾ ആശംസിക്കുകയാണ്. പക്ഷേ ഈ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞ ആളുകളെ, മുണ്ടത്തിക്കോട് സതീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ആദ്യം തന്നെ ഓർക്കേണ്ടതുണ്ട്. അവരെ മനസ്സിൽ വെച്ച് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെയാണ് ഇത്തവണത്തെ പൂരം നമ്മൾ എല്ലാവരും പൂരത്തിനോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ഒരു വർഷം നീളുന്നൊരു കാത്തിരിപ്പാണ്. ഒരു പൂരം 36 മണിക്കൂർ നീണ്ട പൂരം അവസാനിക്കുമ്പോൾ ആരംഭിക്കുന്നതാണ് അടുത്ത കൊല്ലത്തെ പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. അത്രയധികം ഒരു ആവേശത്തോടു കൂടി ആളുകൾ ഏറ്റെടുക്കുന്നതാണ്. ഇവിടെ കാഴ്ചയ്ക്ക് കാഴ്ച, അതോടൊപ്പം കേൾവി, കാഴ്ചാഭംഗി, അങ്ങനെ ഒരു പൂരത്തിൽ എല്ലാം ഉണ്ട്. പക്ഷേ തൃശ്ശൂർക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്, മനസ്സിൽ എത്ര വേദനയും വിഷമവും ഉണ്ടെങ്കിലും അവിടെ അതിഥികളായി വരുന്ന, പൂരം കൂടാൻ വരുന്ന ആളുകൾക്ക് എല്ലാ ആഘോഷവും അവർ ഒരുക്കി കൊടുക്കും. അതിലൊരു മാറ്റവും ഇക്കുറിയും ഇല്ല. ആചാരവും അനുഷ്ഠാനവും അതോടൊപ്പം ചടങ്ങുകളും എല്ലാം അതുപോലെ തന്നെ നടക്കുന്നു. പക്ഷേ കുറേയധികം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ ഇനി മുന്നോട്ട്, അർജുൻ? അന്തു, തീർച്ചയായിട്ടും അന്തു പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർക്കാരുടെ മനസ്സിൽ എത്രയേറെ വേദനകളുണ്ട് എങ്കിലും അവർ ഈ പറയുന്ന പൂരത്തിന്റെയും പുലിക്കളിയുടെയും ഒക്കെ ആവേശത്തിൽ ആ വേദനകളെല്ലാം മറക്കുന്നതാണ് തൃശ്ശൂരിന്റെ ഒരു അനുഭവം. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു. 36 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പൂരത്തിനാണ് തുടക്കം. ശാസ്താവ് ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നതോടുകൂടിയാണ് ഈ പറയുന്ന പൂരത്തിന്റെ, അതായത്
ഘടകപൂരങ്ങളുടെയൊക്കെ തുടക്കം ആകുന്നത്. ആ ഘടകപൂരങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ കണിമംഗലം ശാസ്താവ് രാവിലെ കണിമംഗലം ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഒറ്റയാനയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളുകയും ഇപ്പോൾ കുളശ്ശേരി ക്ഷേത്രത്തിലെത്തി അവിടെ ഒരു മേളം കൊട്ടിക്കലാശിച്ചതിനു ശേഷം 5 ആനകളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ്. ഘടകപൂരങ്ങളിൽ ഏറ്റവും ആദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള അവകാശം അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊച്ചി രാജാവ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ദേവഗുരുവായിട്ടുള്ള കണിമംഗലം ശാസ്താവിനാണ്. കണിമംഗലം ശാസ്താവിന്റെ എഴുത്തള്ളത്താണ് ഇപ്പോൾ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു 7 മണിക്ക് മുൻപായി തന്നെ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. അവിടെ ഇന്നലെ നെയ്തലക്കാവിലമ്മ തുറന്നിട്ട തെക്കേ ഗോപുര നട വഴിയാണ് കണിമംഗല ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നത്. തെക്കേ ഗോപുര നട വഴി ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്ന ഏക ഘടകപൂരവും ഈ കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ്. അതിനു പുറമെ കണിമംഗലം ശാസ്താവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് വടക്കുംനാഥനെ വണങ്ങുകയോ പ്രദക്ഷിണം വെക്കുകയോ ചെയ്യുന്നില്ല. കാരണം ദേവഗുരു സങ്കല്പത്തിലായതുകൊണ്ട് ശാസ്താവാണ് പ്രതിഷ്ഠ, അയ്യപ്പനാണ് പ്രതിഷ്ഠയെങ്കിൽ കൂടിയും ദേവഗുരു എന്നുള്ള ഒരു സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ വടക്കുംനാഥനെ വണങ്ങുകയോ അല്ലെങ്കിൽ വടക്കുംനാഥനെ പ്രദക്ഷിണം വെക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മേളത്തോടുകൂടി തന്നെ ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ആരംഭിച്ചിരിക്കുന്നു. കണിമംഗലം ശാസ്താവിന് മറ്റൊരു പ്രത്യേകത മഞ്ഞും വെയിലും അല്ലെങ്കിൽ വെയിലേൽക്കാത്ത രീതിയിലുള്ള ഒരു പൂരം കൂടിയാണ് കണിമംഗലം ശാസ്താവിന്റേത്. അതായത് ഏകദേശം ഒരു 10 മണിക്ക് മുൻപായി തന്നെ തിരിച്ച് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ അതിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി തിരിച്ച് കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് കണിമംഗലം ശാസ്താവിന്റെ ഈ ഘടകപൂരം എത്തും. പിന്നീട് രാത്രിയിൽ മാത്രമാണ് കണിമംഗലം ശാസ്താവ് വീണ്ടും എഴുന്നള്ളത്തിന് വേണ്ടി പുറത്തേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, മേളത്തിന്റെ വിസ്മയങ്ങൾ, താളത്തിന്റെ പെരുമ, അതുപോലെ തന്നെ കൊട്ടിന്റെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെയും ഒക്കെ വലിയ ഒരു ഉത്സവം തന്നെയാണ് തൃശൂർ പൂരത്തെ സംബന്ധിച്ച്. ഇത്തവണത്തെ പൂരം വളരെയേറെ വേദനയിൽ തന്നെയാണ്. കാരണം ഈ പൂരം കൊടിയേറിയതിനു ശേഷമാണ് വെടിക്കെട്ട് അപകടം ഉൾപ്പെടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നീട് കൊടി താഴ്ത്തുന്നത് വരെ, അതായത് പൂരത്തിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നതുവരെ തൃശൂർ പൂരം നടത്തിയ ഒരു നിലപാടാണ് തിരുവമ്പാടിയും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വവും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആചാരങ്ങളിൽ ഒട്ടും കുറവ് വരുത്താതെ എന്നാൽ ആഘോഷങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പൂരം നടത്താൻ വേണ്ടി ഈ ദേവസ്വങ്ങൾ തീരുമാനിച്ചത്. അതിന് മറ്റ് ഘടകപൂരങ്ങളും അതിന്റെ ക്ഷേത്ര കമ്മിറ്റികളും എല്ലാം തന്നെ അതിന് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ആചാര പെരുമയോടുകൂടി തന്നെ എന്നാൽ ഈ പറയുന്ന ആഘോഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആ തരത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും തന്നെ ഒഴിവാക്കി തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കുടമാറ്റമാണ്. ആ കുടമാറ്റം ഏകദേശം 1.5-2 മണിക്കൂർ സമയമൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലായിരുന്നു കുടമാറ്റം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ അത്തരം ആ പറയുന്ന കുടമാറ്റമൊക്കെ ചുരുക്കിക്കൊണ്ട് ഏകദേശം ഒരു 15 സെന്റ് കുടകൾ മാത്രം മാറ്റുന്ന രീതിയിൽ 15 മിനിറ്റിലേക്ക് മാത്രമായി ഈ കുടമാറ്റത്തെ ചുരുക്കിക്കൊണ്ട് അതിന്റെ ആചാരപരമായ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് ഇത്തവണത്തെ പൂരത്തെ മാറ്റുകയായിരുന്നു. എന്തായാലും തൃശൂരിന്റെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തൃശൂർ വടക്കുംനാഥ സന്നിധിയിൽ നടക്കുന്ന ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസിക്കൽ മേളങ്ങളുടെയും ക്ലാസിക്കൽ വർണ്ണ വിസ്മയങ്ങളുടെയും ഒക്കെ ഒരു സംഗമ ഭൂമിയായിട്ടുള്ള പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശൂർ പൂരത്തിന് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുകയാണ്. 36 മണിക്കൂർ ഇനി തുടർച്ചയായ പൂരമാണ്. ഇനിയിപ്പോൾ ഓരോ ഘടകക്ഷേത്രങ്ങളും ഈ പറയുന്ന വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളും. അത് കാരമുക്ക് ഭഗവതിയായാലും ചെമ്പൂക്കാവിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള ഘടകപൂരമായാലും അത്തരത്തിൽ അയ്യന്തോളിൽ നിന്നുള്ള ഘടകപൂരമായാലും അങ്ങനെ എല്ലാ ഘടകപൂരങ്ങളും 8ഓളം ഘടകപൂരങ്ങൾ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന പുലർക്കാല വേളയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ സമയത്ത് അതിന്റെ ചെറിയ വർണ്ണപ്രഭ തിളങ്ങി നിൽക്കുന്ന നെറ്റിപ്പട്ടത്തിലടിക്കുന്ന അതിന്റെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ച നമുക്ക് അത്രയും നയനാഭിരാമമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കണിമംഗല ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടുകൂടി വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പകൽ വെളിച്ചമില്ല, അതുപോലെ തന്നെ ആ തരത്തിൽ സൂര്യപ്രകാശം നന്നേ കുറഞ്ഞു നിൽക്കുന്നു. ആ ഒരു വലിയ ഒരു ഘോഷയാത്ര പോലെ അല്ലെങ്കിൽ ആളുകളുടെ ആരവത്തോടു കൂടി തന്നെയുള്ള ഒരു എഴുന്നള്ളത്താണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടകപൂരങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു, തൃശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു, വളരെയധികം ആവേശത്തോടു കൂടിയുള്ള പൂരത്തിന് തുടക്കമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അർജുൻ കല്യാട് പറഞ്ഞതുപോലെ തന്നെ ഈ തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റേതല്ല എന്ന് പറയുന്നു. കാരണം അത് ലോകത്തിൻ്റേതാണ്, നമ്മളെല്ലാവരുടേതുമാണ്. മനസ്സുകൊണ്ടെങ്കിലും തൃശ്ശൂർ പൂരം കൂടാത്ത ആരുമില്ല. ഇന്നത്തെ ദിവസം വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് പോകാൻ ഒരുപക്ഷെ പലർക്കും കഴിയില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് എല്ലാവരും ആ മണ്ണിലുണ്ടാവും. തൃശ്ശൂർ പൂരം ആഘോഷിക്കും. ഒരാണ്ട് നീണ്ട കാത്തിരിപ്പാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഈ മുണ്ടത്തിക്കൂട് ദുരന്തത്തിൽ മരണപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളുകൾ. കാരണം അവരിന്ന് ആ മണ്ണിൽ ഉണ്ടാവേണ്ടതായിരുന്നു, അവർ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടതായിരുന്നു. വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മണ്ണിൽ ഇന്ന് ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളുകളും അവർ തന്നെയായിരിക്കും. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെയാണ് ഇന്നത്തെ ദിവസം ഈ തൃശ്ശൂർ പൂരം നമ്മളും ആഘോഷിക്കുന്നത്.